എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിൽ രോഗദുരിതങ്ങൾ അകറ്റാനും ഐശ്വര്യം നേടാനും ശിവക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കഴിപ്പിക്കുന്നത് നല്ലതാണ്. കർക്കിടക മാസത്തിൽ ശിവഭഗവാന് ധാര, കരിക്ക്, ജലം, പാൽ, തേൻ, നെയ്യ് എന്നിവ കൊണ്ടുള്ള വഴിപാട് കഴിപ്പിക്കുന്നത് ഉത്തമമാണ്. ഇതിൽ ധാര വഴിപാട് കഴിപ്പിക്കുന്നത് രോഗശാന്തിക്കും ദോഷപരിഹാരത്തിനും ഉത്തമമാണ്. ശനിദോഷവും കർക്കിടക ദോഷവും അകറ്റാൻ ശിവക്ഷേത്രങ്ങളിൽ എള്ളെണ്ണ കൊണ്ടുള്ള വഴിപാടും എള്ളുതിരി കത്തിക്കലും നടത്താം. ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ പിൻവിളക്ക് വഴിപാട് ചെയ്യുന്നത് കാര്യസാധ്യത്തിന് ഏറ്റവും ഉത്തമമാണ്. കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നതിനാൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടത്തുന്നതും പ്രധാനമാണ്. നാലമ്പല ദർശനം നടത്തുന്നതും പുണ്യമായി കരുതുന്നു. കർക്കിടക മാസത്തിൽ ദേവീക്ഷേത്രങ്ങളിൽ ആണെങ്കിൽ ത്രിമധുര വഴിപാട് കഴിപ്പിക്കുന്നത് ദുരിതങ്ങൾ ഇല്ലാതാക്കാനും അഭിവൃദ്ധി വർദ്ധിപ്പിക്കാനും സഹായിക്കും. കർക്കിടക മാസം പൊതുവെ വീടുകളിൽ രാമായണ പാരായണം ചെയ്യുന്നവർ ഉണ്ട്. ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ചില വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ദോഷഫലങ്ങൾ അകറ്റി നല്ല ഫലങ്ങൾ നൽകാൻ ഈ വഴിപാടുകൾ സഹായിക്കും. ശിവൻ മൃത്യുവിനെ അകറ്റാൻ കഴിയുന്ന ഈശ്വരനാണ്. ശിവപ്രീതി കർക്കിടക മാസം നേടുന്നതും നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസം ദർശനം നടത്തുന്നതിനോടൊപ്പം ചെയ്യേണ്ട 2 വഴിപാടുകൾ കൂടിയുണ്ട്. ഇവ ചെയ്യുന്നത് നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്നു. ശിവക്ഷേത്രത്തിൽ പോയി കർക്കിടക മാസം കഴിയും മുൻപേ ഇത് ചെയ്യുന്നതാണ് ഏറെ നല്ലത്. ബില്വപത്ര പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവയാണ്. ഈ 2 പുഷ്പാഞ്ജലികളും ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ നടത്തണം, എന്നാലേ ഗുണം ലഭിക്കുകയുള്ളൂ. കർക്കിടകത്തിൽ ഈ മാസത്തെ ദോഷഫലങ്ങൾ അകറ്റാൻ ഈ വഴിപാട് എത്ര തവണ വേണമെങ്കിലും ആരുടെ പേരിലും നടത്താവുന്നതാണ്. ഇത് ചെയ്താൽ 1 വർഷം മുഴുവൻ ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കും. ഈ വഴിപാട് രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ഇത് തീർച്ചയായും ചെയ്യുക. ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് സഹായിക്കും. കർക്കിടകത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോയി കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യാവുന്ന വഴിപാടുകളുമുണ്ട്. ഭഗവാന് നെയ്വിളക്ക് കഴിപ്പിക്കുന്നതും ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നതും വളരെ നല്ലതാണ്. ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടാൻ ഇത് ഏറ്റവും നല്ലതാണ്. കർക്കിടക മാസത്തിൽ അന്നദാനം പോലെയുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. വലിയ തുക കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ക്ഷേത്രങ്ങളിലെ അന്നദാന വഴിപാടിന് എന്ന് പറഞ്ഞ് 1 രൂപയെങ്കിലും ഭണ്ഡാരത്തിലിടുക. കർക്കിടക മാസം ഈ വഴിപാട് കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കർക്കിടക മാസം ശിവഭഗവാനെ ആരാധിച്ചാൽ തീരാത്ത ദുരിതങ്ങളൊന്നുമില്ല. ബില്വപത്ര പുഷ്പാഞ്ജലിയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ഈ 2 വഴിപാടുകൾ ഈ കർക്കിടക മാസം ചെയ്യുന്നത് സർവൈശ്വര്യമാണ് ഫലം. ഈ വഴിപാടുകൾ നടത്തേണ്ടത് ശിവൻ മുഖ്യ പ്രതിഷ്ഠയായുള്ള ക്ഷേത്രത്തിലാണ്. ഈ വഴിപാട് കഴിപ്പിക്കുന്നതിലൂടെ അടുത്ത 1 വർഷത്തെ കർക്കിടകം വരെയുള്ള ശുഭഫലം നൽകുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം.